ഹലോ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇന്ന് വീഡിയോ തുടങ്ങുന്നത് പെസഹ വ്യാഴത്തിൻ്റെ അന്നോട്ടാണ്. അന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയി കുർബാനയൊക്കെ കാണും. അബുക്കുട്ടനാണെങ്കിൽ അവിടെ മണ്ണിൽ ഭയങ്കര കളി. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ നേരെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോകും. അവിടെ ചെന്ന് ആദ്യം ഞങ്ങൾക്ക് ഇൻട്രിയപ്പവും എൻ്റെ പാലും തരും. ഞാനും എൻ്റെ അനിയനും ഇൻട്രിയപ്പമൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പള്ളിയിൽ പോകും വിളക്കിടാനായിട്ട്. എല്ലാ വർഷവും ഇത് ഞങ്ങൾ മുടക്കാണ്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പല നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇതുപോലെ വിളക്കിടാൻ വന്നിരിക്കും. രാവിലെ 5 മണി വരെ വിളക്കിട്ട് നേർച്ചക്കഞ്ഞിയും കുടിച്ചിട്ടാണ് മിക്കവരും വീട്ടിലേക്ക് മടങ്ങാറ്. വിളക്കിടുന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. രാത്രി 12 മണിയായിട്ടും വരുന്ന ആൾക്കാരുടെയും വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ആൾക്കാരുടെ എണ്ണം കണ്ടില്ലേ. 12 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. മുന്നിൽ ഹിറ്റ്ലർ മാധവൻകുട്ടീനെ പോലെ പോകുന്നതാണ് ഞങ്ങളുടെ ഡാഡിയപ്പ. ദുഃഖവെള്ളിയുടെ ദിവസമായി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മച്ചിയും എൻ്റെ കസിൻസും അമ്മാവനും അമ്മായിയും ഒക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോവുകയാണ് നഗരി കാണിക്കൽ കാണാനായിട്ട്. നല്ല തിരക്കുണ്ട്. മുന്നിൽ മരമണി മുഴക്കി യേശുവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുവരുന്നതാണ് നഗരി കാണിക്കൽ. ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കും. പക്ഷെ ഇവിടെ ഒരു കള്ളൻ്റെ നോട്ടം മാത്രം അവിടുത്തെ കളിപ്പാട്ടത്തിൻ്റെ കടയിലാണ്. എത്തി നോക്കുന്നുണ്ട്. ഒരു വല്ലാത്ത ഫീലാണ് എല്ലാ വർഷവും ഇവിടെ നിന്ന് ഈ കാഴ്ച കാണുമ്പോൾ. തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ തറവാടിൻ്റെ മുന്നിൽ കെട്ടാൻ ഒരു ആനയെ വേണമെന്ന് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരാന അങ്ങ് മേടിച്ചു. അബുക്കുട്ടനെ കളിക്കാൻ ഒരു ആനയെ മേടിച്ച കാര്യമാണ് പറയണേ. ഇന്ന് ഈസ്റ്റർ. പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം അബുക്കുട്ടനെ ട്രെയിൻ കാണണം എന്ന് പറഞ്ഞപ്പോൾ പപ്പ അബുക്കുട്ടനെ ട്രെയിൻ കാണിക്കാൻ കൊണ്ടുപോയി. എല്ലാ വർഷവും ഈസ്റ്ററിൻ്റെ അന്നും ക്രിസ്മസിൻ്റെ അന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നെങ്കിൽ അപ്പവും നല്ല ബീഫ് സ്റ്റൂവും അല്ലെങ്കിൽ ബ്രെഡും ബീഫ് സ്റ്റൂവും. ചെറുപ്പം മുതലേ ഞാൻ ഈ ദിവസത്തിനായി കാത്തിരിക്കാറുണ്ട്. കാരണം ഈ ഫുഡ് ഞങ്ങൾക്ക് ഈ 2 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. ഞങ്ങൾ നല്ല ബീഫ് സ്റ്റൂ ഒക്കെ കഴിച്ച് ഈസ്റ്ററിൻ്റെ ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.